ഫൈനലി വി ആർ പ്രഗ്നന്റ്. അച്ചു രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. താണ്ട ഇയാൾക്കൊരു കോട്ടൂടെ. പക്ഷെ അച്ചുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. അതെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നീനു ബേബിയുടെ കരയുന്ന എന്തിനു നീ എപ്പോ പറഞ്ഞാലും കരച്ചില്ല. നീനു ബേബിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങളിത് കണ്ടതുപോലെ തന്നെ ഡാനി ഡേയ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലെ ആൾക്കാരാണ് ഇവർ. നിങ്ങൾ എല്ലാവരും അറിയായിരിക്കും. നല്ല എന്താ പറയുക, നല്ല സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നല്ല വ്യൂസൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി ചാനൽ തന്നെയാണ്. ഞാൻ ഇവരുടെ ചാനൽ കാണാറുണ്ട്. നല്ല സൂപ്പർ ചാനലാണ് കേട്ടോ. അപ്പോൾ അവരുടെ കുക്കിങ്ങും അതുപോലെ എല്ലാം നല്ല കാണാൻ ഇൻട്രസ്റ്റ് തോന്നിക്കുന്നൊരു ചാനൽ തന്നെയാണ്. ഇവിടെ പിള്ളേരും കാണാറുണ്ട് അവരുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ. അത് പെട്ടെന്ന് അവർ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ്, ഫുഡൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കണ്ടു, പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയത് ഒട്ടും അക്സെപ്റ്റഡ് അല്ല എന്ന് തോന്നുന്നു, പ്രിപ്പയർഡ് അല്ലായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് പുള്ളിക്കാരിക്കും പ്രഗ്നൻ്റ് ആയപ്പോൾ എന്തോ മാനസികമായിട്ട് എന്തോ ഒരു ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ മെൻ്റലി അല്ലെങ്കിൽ ഹെൽത്തി നമ്മൾ അത് ഓക്കെ അല്ലെങ്കിൽ അതിനുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ പ്രഗ്നൻറ്റ് തടഞ്ഞ് വെക്കാനുള്ള പല പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ ഇപ്പോൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കടന്ന് കരഞ്ഞ് അലറി വിളിക്കുന്നതിനോട് എനിക്കെന്തോ ഇത് തോന്നുന്നില്ല. ഒരു എന്താ പറയുക, അങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ വന്ന കാലത്ത് ഒരുപാട്, പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഫെസിലിറ്റീസും ഉണ്ട്, അതുപോലെ പല ഇതും ഉണ്ട്. അപ്പോൾ അതൊന്നും സ്വീകരിക്കാതെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇപ്പോൾ കടന്ന് അലറി വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് ചിരിയാണ് സത്യം പറഞ്ഞാൽ വന്നത്. അപ്പോൾ അതിന് ഓക്കെ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അതിന് അവരുടെ താഴെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ മനസ്സിലാവും, ഭയങ്കരതായിട്ടുള്ള കമൻസാണ്. അപ്പോൾ ഈ കാലത്ത് നിങ്ങൾ എന്താണ്, നമ്മളൊരു പ്രഗ്നൻറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ മെൻ്റലി ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനായിരിക്കും അത് ബാധിക്കുക. അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടെ. അതൊന്ന് കണ്ടു. അമ്മ കരയും നോക്കി കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അമ്മ. അയ്യയ്യേ, അതിനിപ്പോ എന്തോത്തിന് കരയുന്നത്? എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു, ഒരു ടെൻഷനും ഇല്ല. അല്ലേ നീനമ്മ? ഇങ്ങട് അതിൻ്റെ ഇടയ്ക്ക് സൈഡ് കുരുത്തൊക്കെ തടി ഇവിടെ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നീനുവിനൊരു കൂട്ടോടായെന്നില്ലേ ഉള്ളു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ എന്നെ കരയുന്നത്? നീനിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെന്തോത്തിന് പേടിക്കുന്നത്? കരണ്ടടി ഗൈസ്, എക്സ്പെക്ട് ചെയ്യാതല്ലേ വരേണ്ടത്. എക്സ്പെക്ട് ചെയ്യുന്ന വരുന്ന ആൾ അടിപൊളിയായിരിക്കും, ചെയ്യാതെ വരുന്ന ആള് നീ ടെൻഷൻ അടിക്കണ്ട. നീ ടെൻഷൻ അടിക്കണ്ട. ഇനിമ കണ്ട അമ്മച്ചി കരയുന്നുണ്ടോ? അമ്മ കരയുന്നു. അമ്മ ആശ്വസിപ്പിക്ക്. കരയാതിരി, നീ ഇങ്ങോട്ട് കരയാതിരി. അമ്മ ആശ്വസിപ്പിക്കാൻ അടിക്കുമോ? എന്തിനു പേടിക്കുന്നത്? അങ്ങോട്ടത്തെ കാര്യം ഒന്നും ആലോചിക്കല്ല, ഒരു കുഴപ്പമില്ല.
ഒരു കുഴപ്പമില്ല, നീ പേടി. അവിടെ ആ കരച്ചിൽ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മക്കളില്ലാതെ എത്ര ആൾക്കാർ വിഷമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പോൾ കൂടെ ആകണതെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനിപ്പോൾ അത്രയും മാത്രം പുള്ളിക്കാരി ഒട്ടും അതിലേക്ക് അക്സെപ്റ്റഡ് അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ആ സമയത്താണ് തോന്നുന്നു ഈ ഒരു ഇത് അറിയുന്നത്. അപ്പോൾ അതിനോട് ഒട്ടും പുള്ളിക്കാരിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഡൗൺ ആയിരിക്കണം, മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഇതിനിപ്പോൾ ഇപ്പോൾ എന്തായാലും ആയതായി, ഇനിയിപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് ഇനി വരുന്ന കുഞ്ഞിനായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അതിന് മെൻ്റലി നമ്മളതിന് പ്രിപ്പയർഡ് അല്ല എങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നോക്കുക. അല്ലാതെ ഉള്ള ഇത് ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വന്ന കാലത്ത് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ പല ഇതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ഇതാവാതെ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയുമ്പോൾ ശരിക്കും എല്ലാവരും കളിയാക്കുകയാണ് ചെയ്യുക. അപ്പോൾ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ടാകും. അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മക്കളാവുകയാണെങ്കിൽ അത് ദൈവം തരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ പോലെ തന്നെ ദൈവം തരുന്ന ഒരു ഇതാണ്. അതിപ്പോൾ നമ്മളൊരിക്കലും ഇതാകാൻ പറ്റില്ല. ചിലവരുണ്ട് പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യണവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ചെയ്യാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക നല്ലത്. ഓക്കെ അല്ലായിരിക്കാം, പക്ഷേ എന്നാലും അത് അക്സെപ്റ്റഡ് ആയിട്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ പുള്ളിക്കാരി അതുമായിട്ട് ഇതാവും. അപ്പോൾ ഈ സമയത്ത് എന്തായാലും മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണ്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇമോഷണലായി ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്തോ അത് കണ്ടപ്പോൾ എന്താ പറയുക, വേറെ എന്തോ സംഭവിച്ച പോലുള്ളൊരു ഇതാണ്. ഞാൻ ഒട്ടും ഇതല്ല, എനിക്ക് പേടിയാവുന്നു അങ്ങനെയൊക്കെ. ശരിക്ക് ഒരു പ്രഗ്നൻറ്റ് ടൈം എന്ന് പറയുന്നത് തന്നെ ഒരു മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും. നമുക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് എന്താ പറയുക, പറയാൻ പറ്റില്ല. അങ്ങനത്തെയും ആ ഒരു ഇതായിരിക്കും ഒരു പ്രഗ്നൻറ്റ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ജേണി എന്ന് പറയുന്നത് ഒരു മാസം മുതൽ തുടക്കം മുതൽ തന്നെ 10 മാസം വരെ നമുക്ക് ആ ഒരു ജേണി എന്ന് പറയുന്നത് നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും. നമ്മൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ നമുക്ക് താഴെയുള്ള മക്കളും കൂടെ ആവുമ്പോൾ ശരിയാണ്, അത് പുള്ളിക്കാരിക്ക് അതൊക്കെ ഓർത്തിട്ടായിരിക്കും ഭയങ്കര ടെൻഷൻ. പിന്നെ ആ ഡോക്ടർ പറയുന്നുണ്ട് 30 വയസ്സിനുള്ളിൽ ഒരു പെണ്ണിന് ഡെലിവറി എല്ലാം കഴിയുന്നതാണ് നല്ലത്. 30 വയസ്സിനുള്ളിൽ തന്നെ എല്ലാം കഴിയുന്നതാണ് നല്ലത്. 30 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും, കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ. പല പ്രശ്നങ്ങളും വരും. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 വയസ്സിനുള്ളിൽ എല്ലാം കഴിയുകയാണെങ്കിൽ അതാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയൊരു ആരോഗ്യത്തിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾക്കൊരു ദൈവം ഒരു കുഞ്ഞ് തന്നു, അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞ് അലറി വിളിച്ച് ഇനിയൊരു ഇതില്ലാതെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ആ കുഞ്ഞ് എന്താ പറയുക, പല പ്രതീക്ഷകളോടുകൂടിയായിരിക്കും ഭൂമിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞതാകുമ്പോൾ ആ കുഞ്ഞും അത് കാണുമല്ലേ. അപ്പോൾ എന്താണെങ്കിലും വയറ്റിലാണെങ്കിലും ആ കുഞ്ഞ് അതെല്ലാം കാണും, ഇതൊക്കെ ചെയ്യും. ഇപ്പം തുടക്കം തന്നെ ഇങ്ങനെ കണ്ണീരോടുകൂടി ആകുമ്പോൾ അത് തന്നെ ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കരഞ്ഞ് ഇതാകുമ്പോൾ നമ്മൾക്ക് അതിനുള്ളത് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ വെറുതെ കിടന്നിട്ട് ഒരു കുഞ്ഞായതിനു ശേഷം വെറുതെ കിടന്ന് കരഞ്ഞിട്ടും ഇതായിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ എന്തിനാണെങ്കിലും അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുക, നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞ് തന്നെ ജനിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.